ജർമ്മനിയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ലോണൊക്കെ അടച്ചു തീർക്കാൻ പറ്റുമോ? നിങ്ങൾ ജർമ്മനിയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങളുടെ വിസയിൽ നിങ്ങൾക്കൊരു വർക്കിംഗ് അവർ ലിമിറ്റ് അടിച്ചു തരും. സോ അതിനനുസരിച്ചിട്ട് ശരിക്കും ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്കിൽ 20 മണിക്കൂറാണ് ഇവരുടെ നിയമപ്രകാരം ഒരു സ്റ്റുഡൻറ്റിന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അങ്ങനെ വെച്ചിട്ട് വർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു 900,000 ഒക്കെ വെച്ചിട്ടൊക്കെ തന്നെ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ ഈ 1000 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ 1,00,000 അടുത്ത് വരും. പിന്നെ നിങ്ങളുടെ എക്സ്പെൻസ് അത് നിങ്ങളുടെ സിറ്റീനനുസരിച്ചിട്ട് വേരി ചെയ്യും. ചില സ്റ്റുഡൻസിന് 500 അവരുടെ എക്സ്പെൻസ് കൊണ്ടുപോകാൻ പറ്റും. ചില സ്റ്റുഡൻസിന് 600 700 വേണ്ടി വരും. അത് എല്ലാവരുടെയും ബേസിക് നീഡ്സ് അനുസരിച്ചിട്ടാണ്. നമ്മുടെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസറിയുടെ എക്സ്പെൻസ് മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, റെൻറ്റ്, റേഡിയോ ടാക്സ്, ഇങ്ങനെയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ എക്സ്പെൻസ് നമ്മൾ കവർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് 155 തൊട്ടിട്ട് 200 വരെ വന്നേക്കാം. പിന്നെ നിങ്ങളുടെ ഏജിനനുസരിച്ചിട്ട് ഹെൽത്ത് ഇൻഷുറൻസും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. നിങ്ങളുടെ റെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിറ്റീനനുസരിച്ചിട്ട് വേരി ചെയ്യും. 240 തൊട്ടിട്ട് 400 വരെയും റെന്റും വേരി ചെയ്തിരിക്കും. പിന്നെ ഗ്രോസറി എക്സ്പെൻസ് പിന്നെ ഒരാൾക്കൊരു 80 to 120 ഇതുവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഒരു അതർ എക്സ്പെൻസ് കാറ്റഗറിയിൽ ഒരു 15 to 100 മിനിമം ഒരു 50 ഒക്കെ ഒരാൾക്ക് മതിയാകും. പിന്നെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്നതും ലോൺ അടക്കാൻ പറ്റുന്നതും എല്ലാം നിങ്ങൾ എങ്ങനെ പൈസ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ്. അതിലുപരി നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, നിങ്ങളുടെ ജോലിക്ക് എത്ര സാലറി കിട്ടുന്നു, നിങ്ങൾക്ക് ജോലി ഉണ്ടോ ജോലി ഇല്ലയോ, ഇതുപോലെയുള്ള കുറേ ഫാക്ടേഴ്സും അനുസരിച്ചിട്ടും. ഓവറോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് 1000 euro നിങ്ങളുടെ വർക്കിംഗ് അവർ വെച്ചിട്ട് ഏൺ ചെയ്യാൻ പറ്റും. സോ അതിൽ നിങ്ങളുടെ ബേസിക് എക്സ്പെൻസ് ഒരു 500 ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 500 euro സേവ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 15,000. അതല്ല നിങ്ങളുടെ ബേസിക് എക്സ്പെൻസ് ഒരു 700 ആണെന്നുണ്ടെങ്കിൽ 30,000 നിങ്ങൾക്ക് ഒരു മാസം സേവ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.